ഹലോ, ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു. ഞാനിങ്ങനെ പെട്ടെന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ബാൽക്കണിയിൽ നിന്ന് ഇന്നലെ അടിപൊളി മഴ പെയ്യുന്നു. ദിസ് ഇസ് ജനുവരി 13 തോന്നുന്നു. 13 തീയതിയാണ്. 13th of January, ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്. ജാനുവരി മന്തിൽ ഇത്രയും ജോർദാറായിട്ടുള്ള ഹെവി റെയിൻഫോൾ ഉണ്ടായി. ഇപ്പം കുറച്ച് നേരം മുന്നേ ഒരു കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു വൈകുന്നേരം ഉച്ച സമയത്ത് ഒരു 3 മണി 3:30 ഒക്കെ ആയ സമയത്ത് നല്ലോണം കാറ്റ് വീശിയിട്ടുണ്ടായിരുന്നു. നല്ല ഹെവി ആയിട്ടുള്ള നല്ല പവർഫുൾ ആയിട്ടുള്ള കാറ്റ് കുറച്ച് വീശിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിന് ശേഷം ഇന്ന് മഴയും പെയ്തു. ഇപ്പം വൈകുന്നേരമാണ് കറണ്ടും പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വരാ ഇതെന്താ കറണ്ട് മോട്ടറൊക്കെ അടിക്കണ്ടേ, അപ്പോൾ പിന്നെ കറണ്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. വൈകുന്നേര സമയത്ത് നമ്മൾ അടിക്കുന്നതാണ് മോട്ടർ സാധാരണ. ടെറസിൻ്റെ മുകളിൽ ചെടികൾക്ക് വെള്ളം ഒഴിക്കാനും പിന്നെ നമ്മളെ കുടിക്കുന്ന വെള്ളം പിടിക്കുന്ന സമയത്ത് വെള്ളം വരുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ നല്ല ശക്തിയിൽ കാറ്റ് വീശി മഴ പെയ്തു. അപ്പോൾ എന്താ സംഭവിച്ചത് ആക്ച്വലി അറിയില്ല. ഇതൊക്കെ ക്ലൈമാറ്റിക് ചേഞ്ചസ് ആയിരിക്കാം. യൂഷ്വലി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു എന്താ പറയുക, ഒരു ചുഴലിക്കാറ്റോ ഒരു ചെറിയ സുനാമിയോ അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് നോർമൽ അല്ലാത്ത ഒരു നാച്ചുറൽ കലാമിറ്റി എന്ന് പറയാം. നാച്ചുറൽ അല്ലാത്ത സംഭവങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു അബ്നോർമൽ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ സംഭവം യൂഷ്വലി വേൾഡിൽ എവിടെയെങ്കിലും നടക്കുന്ന, യൂഷ്വലി ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഓഷ്യനിൽ നടക്കുന്ന സമയത്ത് ഇങ്ങനെ വന്ന് ഞാൻ ന്യൂസ് ചെക്ക് ചെയ്തു, അങ്ങനെയൊന്നും കണ്ടില്ല. ബട്ട് സ്റ്റിൽ പുറമെ ഇപ്പോൾ മഴ എവിടെയൊക്കെ ഉണ്ട്, ഇനിയിപ്പം വേറെ സിറ്റീസിൽ മുംബൈ അവിടെയൊക്കെ ഉണ്ടോ, മഹാരാഷ്ട്രയിൽ തന്നെ വേറെ സ്ഥലത്തൊക്കെ പെയ്തോ, ഇനി ഇപ്പോഴും പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടോ എവിടെ എന്നുള്ളത് അറിയില്ല. ഘാട്ട് ഏരിയാസ് ലൈക്ക് ലോനാവല അങ്ങനത്തെ സ്ഥലത്തൊക്കെ എന്താ സിറ്റുവേഷൻ എന്നുള്ളത് അറിയില്ല. അപ്പം കുറച്ച് നേരം പെയ്തു, മഴ നിന്നു. നല്ല നല്ല ശക്തി പെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം. കുറച്ച് നല്ല ഹെവി റെയിൻ ഡ്രോപ്സ് ഉള്ള വാട്ടറി ആയിട്ടുള്ള ഒരു മഴയായിരുന്നു. പെയ്തു, ഒരു 15 മിനിറ്റിനുള്ളിൽ നിന്നു. പക്ഷേ അതുപോലെ എവിടെയെങ്കിലും പെയ്യുന്നുണ്ടെങ്കിൽ, ഇഫ് സമ്മൺ ഈസ് സ്റ്റക്ക് സംവെയർ, മഴ കൊള്ളാതിരിക്കാൻ ശ്രമിക്കുക മാക്സിമം ഇഫ് യു ക്യാൻ സേവ് യു സെൽഫ്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് നല്ല സണ്ണി ആയിട്ടുള്ള വെതറിൽ, അല്ലെങ്കിൽ നമ്മൾ ഓഫ് സീസൺ എന്ന് പറയും. ഇപ്പം ചില സമയത്ത് നവംബറിലൊക്കെ മഴ പെയ്യുന്നതെന്ന് റിട്രീറ്റ് ഓഫ് ദ മോൺസൂൺ ആണ്. എന്ന് വെച്ചാൽ മഴ പോയിട്ട് പിന്നെ മഴ തിരിച്ചു വരുന്നത്. അങ്ങനെ എന്തോ കാറ്റ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് വീശിയിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വീശി, അങ്ങനെ എന്തോ ജോഗ്രഫി പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് എ നോർമൽ തിങ്, ഒരു നോർമൽ ഫെനോമിനൻ ദാറ്റ് ഹാപ്പൻസ്. പക്ഷേ ജനുവരിയിൽ മഴ പെയ്യുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ നോർമൽ തിങ് ടു ഹാപ്പൻ. So if someone can protect yourselves from not getting wet, at least your head, try to do that. Because ഈ മഴ കൊള്ളുന്നത് കൊണ്ട് ഒരുപാട് എന്താ പറയുക, വൈറൽ ഇൻഫെക്ഷൻസ് ആൻഡ് വൈറൽ ഫീവർ ആൻഡ് അതും ഇതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ആർ ഹൈ എന്നുള്ളത് ഞാൻ ഗൂഗിളിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ തിരഞ്ഞ സമയത്ത്. സോ ഇങ്ങനെ ഓഡ് റെയിൻസ് ഉള്ള സമയത്ത് മാക്സിമം അറ്റ്ലീസ്റ്റ് നമ്മുടെ തലയ്ക്കെങ്കിലും അത് കൊള്ളാതിരിക്കാൻ ശ്രമിക്കുക. ഹെൽമെറ്റൊക്കെ വെച്ച ആൾക്കാരാണെങ്കിൽ സേഫ്. അറ്റ്ലീസ്റ്റ് നമ്മുടെ ശരീരം നനഞ്ഞാലും തല ഓക്കെയാണല്ലോ. ഇഫ് ഇറ്റ് ഇസ് യു ആർ ഗെറ്റിംഗ് ട്രെൻച്ച്ഡ് ആൻഡ് ദെൻ അത് സീപ്പൻ ചെയ്യുമല്ലോ, നമ്മൾ തലേൻ്റെ മൂർധാവുന്ന അങ്ങോട്ട് സീപ്പൻ ചെയ്യുമ്പോൾ അത് നല്ലതല്ല. ഇങ്ങനത്തെ ഓഡ് റെയിൻസ്, സാധാരണ മഴ കൊണ്ടുന്ന ആൾക്കാരാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ എന്നാലും ഈ മഴ ഇസ് നോട്ട് ലൈക്ക് ദ യൂഷ്വൽ റെയിൻ. അതൊരു റിസ്കി റെയിൻ ആണെന്നാണ് ഞാനിപ്പോൾ ചെക്ക് ചെയ്തപ്പം എനിക്ക് ഗൂഗിൾ ന്യൂസിൽ കിട്ടിയത്. സോ ബി കെയർഫുൾ ആൻഡ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. അസുഖം പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, നല്ല വെള്ളം കുടിക്കുക, പിന്നെ ചൂടുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന അത്രയും ആൾക്കാർ ചൂടുള്ള ഭക്ഷണം കഴിക്കുക. റീഹീറ്റ് ചെയ്യുന്നതാണ് മോസ്റ്റ്ലി. നമ്മളൊക്കെ ഇപ്പോൾ ഓഫീസിൽ പോകുന്ന ആൾക്കാരും സ്കൂളിലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ വേറെ കോളേജിലുള്ള കുട്ടികൾക്ക് മോസ്റ്റ്ലി നമ്മൾ ഓവൻ രാവിലെ എത്ര ചൂട് നന്നായിട്ട് നമ്മൾ അമ്മമാരോ ഭാര്യമാരോ ആരാണെങ്കിലും ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ചൂടാക്കി അവിടെ പോയിട്ട് റീഹീറ്റ് ചെയ്തിട്ട് തന്നെ കഴിക്കുന്നത്. ആരും ഡയറക്റ്റ് കഴിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവാറില്ല. കാരണം ആ സമയത്ത് നമുക്ക് വീട്ടിലേക്ക് വന്ന് പോകാനുള്ള ചാൻസ് ഉണ്ടാവില്ലല്ലോ. വട്ട് എവർ ഇറ്റ് ഈസ്, ട്രൈ ടു ഈറ്റ് എ ഗുഡ് ഫുഡ്, ഹോം മെയ്ഡ് ഫുഡ്. ഇന്നലെ ഞാനൊരു ഇതുണ്ടാക്കി. മസാല കുറച്ച് കൂടിപ്പോയി. ഞാനൊരു ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കിയത്. മസാല കുറച്ച് കൂടിപ്പോയി. യുനോ ഈ എന്ത് മസാല, മീറ്റ് മസാല, പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് കൂടിപ്പോയി എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടിപ്പോയി എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് അത്രയും മസാല ഇസ് നോട്ട് ഓക്കെ. എൻ്റെ ടമ്മി ഇസ് നോട്ട് ഗുഡ് ഫോർ ദാറ്റ്. അത് സൂട്ടാവില്ല. അതുകൊണ്ട് എനിക്കിന്ന് സ്റ്റമക്ക് അപ്സെറ്റ് ആയിരുന്നു, ലൂസ് മോഷൻസ്, വയറുവേദന. ലൂസ് മോഷൻ ആണെങ്കിൽ പിന്നെയും വിചാരിക്കാം മുട്ടുമ്പോൾ പോയി വന്നാൽ മതി, വീട്ടിലുള്ള ആളാണെങ്കിൽ ടെൻഷൻ വേണ്ടാന്ന്. പക്ഷേ വയറുവേദന, വയറ്റിൻ്റെ താഴ്ഭാഗത്ത് ലോവർ അബ്ഡമൻ പാർട്ടിലൊക്കെ നല്ല പെയിൻ ഒക്കെ അങ്ങനെ പോയി. അത് ഫ്ലഷ് ഔട്ട് ആവുന്ന വരെ, നമുക്ക് എത്ര കണ്ടൻറ്റ് ഉള്ളിലുണ്ടോ അത് പോകുന്നവരെ നമുക്ക് പോകണമല്ലോ. മോഷൻസ് പാസ്സായത് റിലീസ് ആവണം. ഓക്കെ, സോ എനിവേ ഗുഡ്. പോയത് നന്നായി. ഛർദ്ദിച്ചു പോയത് നന്നായി, കാരണം എനിക്ക് പേടിയാണ് ഛർദ്ദിക്കാൻ. ഇറ്റ്സ് ഡിഫിക്കൽട്ട് അല്ലേ, നമുക്ക് ബാലൻസ് കിട്ടാത്ത പോലെയോ തല കറങ്ങുന്ന പോലെയോ ഒക്കെ തോന്നും. സോ കമ്പാരിറ്റീവ്ലി ലൂസ് മോഷൻസ് ആർ ബെറ്റർ ഫോർ മീ. അപ്പം അങ്ങനെ പോയി.
ഓൾമോസ്റ്റ് ഐ തിങ്ക് ഐ എം ഗുഡ് നൗ. ഇനിയിപ്പോൾ അതിരുന്ന ഐ എം ഗുഡ് ബിക്കോസ് ഐ എം ഓൾറെഡി ടയേർഡ്. സോ ഇന്ന് 4-5 പ്രാവശ്യം പോയി ആൻഡ് ഐ എം ഫീലിംഗ് ബെറ്റർ. പക്ഷേ അങ്ങനെയും കൂടെ ആയപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വീട്ടിൽ നിന്നാണെങ്കിൽ പോലും ഓവർ മസാല കഴിച്ച് ശീലമില്ലാത്ത ആൾക്കാർ കഴിക്കാതിരിക്കുക. അപ്പോൾ എനിക്കങ്ങനെ പറ്റില്ല. ഭയങ്കര ഓയിലി ആയിട്ടുള്ള ഭക്ഷണം, ഓവർ മസാലയുള്ള ഭക്ഷണങ്ങളൊന്നും ഐ കനോട്ട് ഹാവ്. വെരി എന്താ പറയുക, എരിവുള്ളത്, എന്താണ് പറയുക, പഞ്ചൻ, വെരി സ്പൈസി ആയിട്ടുള്ള ഭക്ഷണം ഐ കനോട്ട് ഹാവ്. ബിക്കോസ് എനിക്ക് തോന്നുന്നത് എൻ്റെ ബോഡി ഹീറ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അസിഡിറ്റി അല്ലെങ്കിൽ എന്താ പറയുക, വയറേരിയ, അൾസേഴ്സ് ഉണ്ടാവാൻ അതൊക്കെ ചാൻസസ് കൂടുതലാണ്. പണ്ട് എനിക്ക് വായിൽ കുറേ കുരു വരുമായിരുന്നു, ഈ മൗത്ത് അൾസർ വരില്ലേ, അത് കുറേ വരുമായിരുന്നു. ഇപ്പോൾ എനിക്ക് നല്ല കൺസിഡറബിളി കുറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ കൂടുതൽ ഹോം ഫുഡ് കഴിക്കുന്നുണ്ടും പുറത്തത്തെ ഭക്ഷണങ്ങൾ വളരെ കുറവ് കഴിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഒരു നല്ല ചേഞ്ച് ആൻഡ് ദാറ്റ്സ് റിയലി ഗുഡ്. ഹെൽത്ത് നന്നാവുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണല്ലോ. സോ യെസ്, അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കാവുന്ന എൻ്റെ ഹെൽത്ത്. അങ്ങനെ ചെറിയ ചെറിയ ചേഞ്ചസൊക്കെ ഞാൻ എൻ്റെ ഇതിൽ കണ്ടിട്ടുണ്ട്, എൻ്റെ ലൈഫിൽ, എൻ്റെ ബോഡിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും അതുപോലെ നല്ല ഉറക്കം. ഇപ്പം എനിക്ക് നല്ല ഉറക്കമാണ്. ഐ ഡോണ്ട് ഹാവ് ടു സ്ട്രഗിൾ ടു സ്ലീപ്പ്. ഐ വാസ് എൻ ഇൻസോംനിയാക്. എനിക്ക് ഉറങ്ങാൻ വലിയൊരു പ്രശ്നമുള്ള സംഭവമായിരുന്നു. ഐ റിയലി കുഡൻറ്റ് സ്ലീപ്പ് ഫോർ എ വെരി ലോങ് പാർട്ട് ഓഫ് മൈ ലൈഫ് ആൻഡ് ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ടു സർവൈവ്. ലൈക്ക് ഡെഫിനറ്റ്ലി ഐ വാസ് വർക്കിംഗ് ദോസ് ഡേയ്സ് ആൻഡ് ആ സമയത്ത് ഉറങ്ങാൻ കൂടെ പറ്റാതിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓഫീസിലെത്തുമ്പോൾ ഉറക്കം തൂവും, ആവിടും, ലേസി ആൻഡ് ലഥാജി ഫീൽ ചെയ്യും. ആൻഡ് ദെൻ നമ്മൾ ജോബിൽ നമുക്ക് അത്രയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല, ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാൻ ഇറ്റ്സ് നോട്ട് ഓക്കെ ഫോർ മീ. സോ ലേറ്റ് ആവും ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ, ഇതവൻ കോൺസെൻട്രേഷൻ കുറയും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഉണർന്നിരിക്കാൻ ഞാൻ ചായയും കാപ്പിയും കൂടുതൽ കുടിക്കായിരുന്നു. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ ഹീറ്റ് കാരണം എനിക്ക് വയറ്റിലും ഇതൊക്കെ പ്രശ്നമായി. പിന്നെ ഞാൻ ഷിഫ്റ്റ്സ് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, റൊട്ടേഷണലായിട്ട്. നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിലും ഡേ, ആഫ്റ്റർനൂൺ, ഈവനിങ്, എല്ലാ ടൈപ്പ് ഓഫ് റൊട്ടേഷണൽ ഷിഫ്റ്റ്സ് ഞാൻ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം ഉറക്കം വലിയൊരു പണിയായിരുന്നു. പക്ഷേ ഇപ്പം ഐ എം റിയലി സ്ലീപ്പിംഗ് വെൽ, ഐ എം ഈറ്റിംഗ് വെൽ, drinking good water, mind is relaxed. അങ്ങനെ ആകുമ്പോൾ എൻ്റെ മൈ ഹെൽത്ത് ഇസ് റിയലി ഗുഡ്. മെൻ്റലി ഫിസിക്കലി ഐ എം ഡൂയിങ് റിയലി ഗുഡ്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. എനിക്കൊന്ന് അൺടിൽ യു ലൂസ് യുവർ ഹെൽത്ത് യു ഡു നോട്ട് റിയലൈസ് അല്ലേ നമ്മളെ ഹെൽത്ത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഇത്തിരി ഒരു നമുക്ക് ജലദോഷം അല്ലെങ്കിൽ വലിയൊരു പനിയോ അങ്ങനത്തെ സംഭവം, ചെറിയൊരു മൂക്കൊലിപ്പ് വന്നാൽ തന്നെ, ലിറ്റിൽ റണ്ണി നോസ് ആകുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാവും. അത് കാരണം നമ്മൾ എത്ര ഇറിറ്റേറ്റഡ് ആവും. 10 പ്രാവശ്യം മൂക്ക് തുടയ്ക്കുക, അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മൂക്ക് പുകഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ, അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് ഈ സൈഡിലൊക്കെ, മോസ്റ്റ്ലി തൈറോയിഡൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഈ സൈഡിലാണ് വേദന വരിക. തൊണ്ട വേദന വന്നു തുടങ്ങുന്നത് തന്നെ ഈ പൊസിഷനിലായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും, എത്ര നമ്മൾ ഇറിറ്റേറ്റഡ് ആവും. അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് വി റിയലൈസ് ഹെൽത്ത് ഇസ് റിയലി വെൽത്ത്. അത് പണ്ട് പറഞ്ഞത് നമുക്ക് അത്ര റിയലൈസ് ആവില്ല, അത് അനുഭവിക്കുന്നവരെ. അതിനിപ്പോൾ കയ്യും കാലം ഓടിയാണെന്നോ ആക്സിഡൻറ്റ് പറ്റണോ അങ്ങനെ ഒരു സംഭവമില്ല. ചെറിയ സംഭവങ്ങൾ തന്നെ നമുക്ക് പറ്റുമ്പോൾ വി റിയലി റിയലൈസ്. നല്ലൊരു തലവേദന ഉണ്ടായാൽ തന്നെ അത് മാറാണ്ട് ഇങ്ങനെ നമ്മൾ കൂടെ തന്നെ നിൽക്കുക. അപ്പോൾ തന്നെ നമുക്ക് റിയലൈസ് ആവും എത്രയും ഡിഫിക്കൽട്ടാണ് ഈ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്, എത്രയും നന്നായിട്ട് തന്നെ കൊണ്ടുനടക്കുക എന്നുള്ളത്. സോ നല്ല സ്കെഡ്യൂൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മാക്സിമം നല്ല സ്കെഡ്യൂൾ മെയിൻറ്റെയിൻ ചെയ്യുക, ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക, പിന്നെ ഒരുപാട് ഓവർ ഈറ്റ് ചെയ്യാതിരിക്കുക. ചില ആൾക്കാർക്ക് കുറച്ച് ഓവർ ഈറ്റിംഗ് ഉണ്ടാവും. സ്ട്രെസ് ആകുമ്പോൾ എനിക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നു. സ്ട്രെസ് വരുന്ന സമയത്ത് ഞാൻ ഐ യൂസ് ടു ഈറ്റ് മോർ, ഐ ടു സ്നാക്ക്, സ്ട്രെസ് സ്നാക്കിംഗ് എന്ന് പറയും, ഞാൻ കൂടുതൽ കഴിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഒരുപാട്, ഞാൻ ഒബീസ് എന്ന് പറയാൻ പറ്റില്ല, ഞാൻ മെലിഞ്ഞ ഒരാളായിരുന്നു. പക്ഷേ അതിൽ നിന്ന് ഞാനിപ്പം വണ്ണം വെച്ചിട്ടുണ്ട്, ഫാറ്റ്സ് കൂടിയിട്ടുണ്ട്, ആവശ്യമില്ലാത്ത ഫാറ്റ്സ്. അപ്പോൾ അത് കുറയ്ക്കാനുള്ളൊരു ചെറിയ ശ്രമമുണ്ട്. അങ്ങനത്തെ സ്നാക്സൊക്കെ കുറച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ കാര്യമായിട്ട് കട്ട് ഡൗൺ ചെയ്തില്ലെങ്കിലും മധുരം ഇത്തിരി കുറച്ചിട്ടുണ്ട്, സ്നാക്കിങ് ഒരുപാട് കുറച്ചിട്ടുണ്ട്, പുറത്തുനിന്നുള്ള ഭക്ഷണം നല്ലോണം കുറച്ചിട്ടുണ്ട്. പിന്നെ ഓവർ ഈറ്റ്, എനിക്ക് ടേസ്റ്റുള്ള ഭക്ഷണം കിട്ടിയാൽ ഒന്നും കൂടെ എടുത്താലോ എന്നുള്ളൊരു സെക്കൻഡ് സെർവിങ് എൻ്റെ പ്ലേറ്റിൽ ഉണ്ടാവും മോസ്റ്റ്ലി. അപ്പോൾ അത് ഞാൻ കുറച്ചൊന്ന് കട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഡൈജഷൻ, നമ്മളെ ഉറക്കം, നമ്മളെ നല്ല ഹെൽത്ത്, നല്ലതായിട്ട് ശ്വാസം എടുക്കാൻ പറ്റുക, ഹെൽത്ത് നോർമലായി നിൽക്കുക, ദാറ്റ്സ് എ ബ്ലെസ്സിങ്. പീപ്പിൾ do not realize, we do not really realize until we lose our good health. We have some of the other irritation. മൂത്രം ഒഴിക്കുമ്പോൾ പുകച്ചിൽ വന്നാൽ, മൂക്കൊലിച്ചാൽ, ഒരു ചെറിയൊരു തോല് പൊളിഞ്ഞാൽ, എവിടെയെങ്കിലും ചെറുതായിട്ടൊന്ന് പൊള്ളിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഫുൾ കോൺസെൻട്രേഷൻ എങ്ങനെ അതിലേക്ക് പോകുന്നത്, നമ്മൾ എത്ര ഇറിറ്റേറ്റഡ് ആവുന്നു. അപ്പം ഐ തിങ്ക് it is very true that health is wealth. So everybody please take care of your health and stay fit and fine. A healthy body
definitely promotes a happy and healthy and a satisfied mind, and that will help you be very productive, and you can promote a lot of things in your life, positivity, a lot of new things. You can learn a lot of things. Someone wants to educate yourself on like academics, you can do that. ജോലിയിൽ നല്ല കാര്യം ചെയ്യാനാണെങ്കിലും ലൈഫ് ഹാപ്പി ആയിട്ട് കൊണ്ടുവരാണെങ്കിലും ഇഫ് യുവർ മൂഡ്, സ്പെഷ്യലി യുവർ മൂഡ്, വെൻ യു സ്ലീപ്പ് വെൽ, യു ഈറ്റ് വെൽ, യുവർ മൂഡ് ഇസ് റിയലി ഗുഡ് ബിക്കോസ് യുവർ ബോഡി ഈസ് ഫങ്ഷനിങ് വെൽ. സോ അതും ഒരു വണ്ടി പോലെ തന്നെ നമ്മുടെ ശരീരം ഒരു സിസ്റ്റമാണ്. സോ കീപ് യുവർ സിസ്റ്റം ഗുഡ് ആൻഡ് ഫൈൻ, ഫിറ്റ് ആൻഡ് ഫൈൻ ആയിരുന്നാൽ മാക്സിമം നമ്മളെ എല്ലാ ഇഷ്യൂസിനും നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ടെൻഡൻസി എങ്കിലും ഐ തിങ്ക് ഇറ്റ് റിയലി happens, it comes through that way. So wishing you all a happy and beautiful evening and a superb health.